പ്രവീണ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം വീണ്ടും പ്രതിസന്ധിയിലാണ്. ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മണ്ഡലങ്ങൾ സുരക്ഷിതമല്ല എന്നാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 6 മണ്ഡലങ്ങൾ? എന്താണ് ഇനി ഈ മണ്ഡലങ്ങളിൽ ചെയ്യാൻ പോകുന്നത്? സിറ്റിംഗ് MP-മാരെ മാറ്റാനുള്ള സാധ്യതയുണ്ടോ? 6 മണ്ഡലങ്ങൾ പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, ആലത്തൂർ, പാലക്കാട്, ചാലക്കുടി. ഇതാണ് 6 മണ്ഡലങ്ങൾ. ഈ 6 മണ്ഡലങ്ങളിലെ അവസ്ഥ ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ രാത്രി അടിയന്തരമായി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതുപോലെ തന്നെ സുനിൽ കനകോലു, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു അടക്കമുള്ളവരും ചേർന്ന യോഗത്തിന്റെ വിലയിരുത്തൽ. സമരാജ്ഞി, അതായത് പാർട്ടി പ്രവർത്തകരിലേക്ക് നേരിട്ട്, ജനങ്ങളിലേക്ക് അടക്കം നേരിട്ട് ഇറങ്ങിച്ചെന്ന, നേതാക്കളടക്കം ഇറങ്ങിച്ചെന്ന സമരാജ്ഞി ജാഥയ്ക്ക് ശേഷവും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ ശേഷമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി വർഷങ്ങളായി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, അവർക്ക് അവിടെ ഉണ്ടാകുന്ന തിരിച്ചടികൾ, അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ, തൃശ്ശൂരിലൊക്കെ ഇപ്പോഴും മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ 6 മണ്ഡലങ്ങളും ഒട്ടും സേഫ് അല്ല, തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, യുവജനങ്ങളെ ആകർഷിക്കാനായിട്ടില്ല. ഒപ്പം പുതിയ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുമെന്നുള്ളത്, ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി തുടങ്ങിയുള്ള കാര്യങ്ങളും ഇന്നലത്തെ യോഗം ചർച്ച ചെയ്തിരുന്നു. നിലവിൽ പാനലായി സമർപ്പിക്കുന്നില്ല. നിലവിൽ ഈ പട്ടിക തന്നെ അതേപടി സമർപ്പിക്കുകയാണ് സിറ്റിംഗ് MP-മാരെ വച്ചിട്ടുള്ളത്. പക്ഷേ മാറ്റങ്ങൾക്ക് സാധ്യത തള്ളിക്കളയുന്നില്ല ഈ ഘട്ടത്തിലും. പത്തനംതിട്ടയിലും തൃശ്ശൂരിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും തൃശ്ശൂരിലും മാവേലിക്കരയിലും അടക്കം മാറ്റങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട്. ആലത്തൂർ പകരം ആളില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴും കോൺഗ്രസിന്റെ മുന്നിലുണ്ട്.